നിങ്ങളൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണം. കാര്യം ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് ഇവിടെ ഡിമാൻഡായിട്ടുള്ള കുറച്ച് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ കുറിച്ചാണ് പറയുന്നത്. ഹബീബി, കം ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോകളിൽ ഇവിടെ ഫ്രഷേഴ്സിന് കിട്ടുന്ന ഒരു സാലറിയെക്കുറിച്ചും അതുപോലെ തന്നെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊഫഷണൽസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോയുടെ അടിയിലെല്ലാം കുറേ പ്രൊഫഷണൽസുകൾ എന്നോട് കമൻറ്റ് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രൊഫഷന് എങ്ങനെയാണ് സാധ്യത, ഞങ്ങൾക്ക് എത്ര സാലറി കിട്ടും എന്നിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു കുറച്ച് പ്രൊഫഷൻസിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് ഇതൊരു സീരീസ് പോലെ കുറച്ച് എപ്പിസോഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഹെൽത്ത് കെയർ മേഖലയിലുള്ള കുറച്ച് പ്രൊഫഷൻസിനെ കുറിച്ചും അവർക്ക് വേണ്ട യോഗ്യതയെക്കുറിച്ചും അതുപോലെ തന്നെ അവർക്ക് എത്ര ഒരു ആവറേജ് സാലറി ഇവിടെ ലഭിക്കും എന്നതിനെക്കുറിച്ചുമാണ്. അതുപോലെ ഈ ഒരു പ്രൊഫഷണൽ സീരീസ് വീഡിയോ ചെയ്യുന്നതിനൊപ്പം തന്നെ ഞാനൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതല്ല നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചിരിക്കും. എന്തായാലും നമുക്ക് ഹെൽത്ത് കെയർ മേഖലയിലുള്ള കുറച്ച് പ്രൊഫഷൻസ് ഏതൊക്കെയാണെന്നും അവരുടെ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം തന്നെ ഡോക്ടേഴ്സ്, അതായത് ജനറൽ പ്രാക്ടീഷണേഴ്സ്, സർജൻസ്, സ്പെഷ്യലിസ്റ്റ്. ഇനി ഇവർക്ക് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ നോക്കിയാൽ ജനറൽ പ്രാക്ടീഷണേഴ്സിന് വേണ്ടത് MBBS ഓർ തുല്യമായ ഡിഗ്രി, അതുപോലെ തന്നെ DHA ഓർ MOH മാൻഡേറ്ററി ആയിട്ടും ഉണ്ടായിരിക്കണം. ഇനി അടുത്തത് സ്പെഷ്യലിസ്റ്റ്. എക്സാമ്പിൾ പറഞ്ഞാൽ കാർഡിയോളജിസ്റ്റ്, ഡെർമറ്റോളജിസ്റ്റ്. MBBS പ്ലസ് മാസ്റ്റേഴ്സ് ഓർ സ്പെഷ്യലൈസേഷൻ ഇൻ സ്പെസിഫൈഡ് ഫീൽഡ്. അതുപോലെ തന്നെ MOH DHA മാൻഡേറ്ററി ആണ്. ഇനി സർജൻസിലോട്ട് വന്നാൽ MBBS പ്ലസ് സർജിക്കൽ സ്പെഷ്യലൈസേഷൻ, അതായത് MCH ഓർ MS, DHA ഓർ MOH നിർബന്ധമായിട്ടും ലൈസൻസ് ഉണ്ടായിരിക്കണം. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി നമുക്ക് നോക്കാം. ജനറൽ പ്രാക്ടീഷണേഴ്സിന് ഒരു മാസം കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 15,000 മുതൽ 25,000 ദർഹംസ് വരെയാണ്. ഇത് ഇന്ത്യൻ റുപ്പിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 3 ലക്ഷം മുതൽ 5,50,000 രൂപ വരെയാണ്. അടുത്തത് സ്പെഷ്യലിസ്റ്റ്. ഇവർക്ക് കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുന്നത് AED 25,000 മുതൽ 50,000 ദർഹംസ് വരെയാണ്. ഇത് ഇന്ത്യൻ മണിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 6 ലക്ഷം മുതൽ 11 ലക്ഷത്തിന് ഉള്ളിൽ. അടുത്തത് കൺസൾട്ടന്റ് ആൻഡ് സർജൻ. ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 40,000 മുതൽ 70,000 ദർഹംസ് വരെ. ഇന്ത്യൻ മണിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 9 ലക്ഷം മുതൽ 16 ലക്ഷം രൂപ വരെ. അടുത്തത് നഴ്സസ്. നഴ്സസിനെ നമുക്ക് 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. രജിസ്റ്റേർഡ് നഴ്സ്, സ്റ്റാഫ് നഴ്സ്, ചാർജ് നഴ്സ്. ഇവർക്ക് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ നഴ്സിംഗ്, അതായത് BSc നഴ്സിംഗ്, അതുപോലെ തന്നെ ഡിപ്ലോമ, അതായത് GNM. അതുപോലെ നഴ്സുമാർക്ക് ഈ സർട്ടിഫിക്കറ്റ് മാത്രം പോലെ ഇവിടെ വന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ 3 അതോറിറ്റീസിന്റെ എക്സാം പാസ്സായ ലൈസൻസ് വേണം. DHA, DOH, MOH. ഇത് 3-ൽ ഏതെങ്കിലും ഒരു എക്സാം പാസ്സായ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എത്ര നോക്കി കഴിഞ്ഞാൽ ഒരു രജിസ്റ്റേർഡ് നഴ്സിന് 7,000 ദർഹംസ് മുതൽ 12,000 ദർഹംസ് വരെ ഒരു മാസം ഇവർക്ക് ആവറേജ് സാലറി ആയിട്ട് കിട്ടും. ഇനി ഇത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 1,60,000 മുതൽ 2,80,000 രൂപ വരെയാണ്. അടുത്തത് സീനിയർ നഴ്സ് ഓർ ചാർജ് നഴ്സ്. ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 12,000 മുതൽ 18,000 ദർഹംസ് വരെ. ഇത് ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2,80,000 മുതൽ 4,20,000 രൂപ വരെയാണ്. അടുത്തത് ഹെഡ് നഴ്സ് ഓർ ക്ലിനിക്കൽ നഴ്സ് മാനേജർ. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി, ഓഫ് കോഴ്സ് നമുക്കറിയാം ഒരു ഹെഡ് പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടുന്ന ഒരു സാലറി റേഞ്ച് മറ്റുള്ള നഴ്സുമാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഹൈ ആയിരിക്കും. ഇവർക്ക് ഒരു മാസം AED 15,000 മുതൽ 25,000 ദർഹംസ് വരെ കിട്ടും. ഇനി ഇത് ഇന്ത്യൻ മണിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 3.5 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയാണ് ഇവർക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്തൊരു പ്രൊഫഷനിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ഇവർക്ക് വേണ്ടൊരു ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ബാച്ചിലേഴ്സ് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിസിയോതെറാപ്പി. അതുപോലെ തന്നെ ഈ പറഞ്ഞ DHA ഓർ MOH ലൈസൻസ് ഇവർക്കും മാൻഡേറ്ററി ആണ്. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി നമുക്ക് നോക്കാം. ഒരു നോർമൽ ഫിസിയോതെറാപ്പിസ്റ്റിന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് AED 7,000 മുതൽ 12,000 ദർഹംസ് വരെയാണ്. ഇന്ത്യൻ മണി 1,60,000 മുതൽ 2,80,000 രൂപ വരെ. അടുത്താണ് സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ്. ഇവർ സീനിയർ ആയതുകൊണ്ട് തന്നെ ഫിസിയോതെറാപ്പിസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവർക്ക് സാലറി സ്കെയിൽ കൂടുതലാണ്. ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 12,000 മുതൽ 18,000 ദർഹംസ് വരെ, അതായത് 2,80,000 മുതൽ 4 ലക്ഷം രൂപ വരെ. ഹെൽത്ത് കെയർ മേഖലയിൽ തന്നെ അടുത്തൊരു വിഭാഗമാണ് ഫാർമസിസ്റ്റ്. ഇവർക്ക് വേണ്ട ഒരു യോഗ്യത എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫാർമസി, അതായത് B.Pharm. ഇവർക്കും DHA ഓർ MOH ലൈസൻസ് നിർബന്ധമാണ്. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി നോക്കിയാൽ നോർമൽ ഒരു ഫാർമസിസ്റ്റിന് കിട്ടുന്നത് 8,000 ദർഹംസ് മുതൽ 15,000 ദർഹംസ് വരെയാണ്, അതായത് 1,80,000 മുതൽ 3.5 ലക്ഷം രൂപ വരെ. ഇനി അടുത്തത് സീനിയർ ഫാർമസിസ്റ്റ്. ഓഫ് കോഴ്സ് ഇവർക്ക് സാധാരണ ഫാർമസിസ്റ്റിനെക്കാളും ഇവരുടെ ഒരു സാലറി റേഞ്ച് കൂടുതലായിരിക്കും. ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 15,000
10,000 മുതൽ 18,000 ദിർഹംസ് വരെയാണ്. അതായത് 3.5 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെ. അടുത്തതാണ് ഡെന്റിസ്റ്റ്. ഇവർക്ക് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ ഡെന്റൽ സർജറി, അതായത് BDS ഓർ ഇക്വലന്റ്. അതുപോലെ തന്നെ ഇവർക്കും DHA ലൈസൻസ് നിർബന്ധമാണ്. ഡെന്റിസ്റ്റിനെ നമുക്ക് 2 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഒന്ന് ജനറൽ ഡെന്റിസ്റ്റ്, 2 സ്പെഷ്യലിസ്റ്റ് ഡെന്റിസ്റ്റ്. ജനറൽ ഡെന്റിസ്റ്റിന് ഒരു മാസം കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 15,000 മുതൽ 25,000 ദിർഹംസ് വരെയാണ്. നാട്ടിലെ 3.5 മുതൽ 6 ലക്ഷം രൂപ വരെ. ഇനി സ്പെഷ്യലൈസ്ഡ് ഡെന്റിസ്റ്റിന് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 25,000 മുതൽ 45,000 ദിർഹംസ് വരെയാണ്. കാര്യം ഇവർ സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് സാലറി റേഞ്ച് കൂടുതലാണ്. 6 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ഇന്ത്യൻ രൂപ. അടുത്തത് മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻസ്. ഇവരുടെ ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻസ് ഓർ ഇക്വലന്റ്. ഇവർക്കും DHA ഓർ MOH ലൈസൻസ് നിർബന്ധമാണ്. ഇവരെയും 2 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഒന്ന് ലാബ് ടെക്നീഷ്യന്, 2 സീനിയർ ലാബ് ടെക്നീഷ്യൻസ്. ഒരു ലാബ് ടെക്നീഷ്യന് UAE ലഭിക്കാവുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 6,000 മുതൽ 10,000 ദിർഹംസ് വരെയാണ്. അതായത് 1,40,000 മുതൽ 2,40,000 രൂപ വരെ. എന്നാൽ ഒരു സീനിയർ ലാബ് ടെക്നീഷ്യന് ലഭിക്കുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് 10,000 മുതൽ 15,000 ദിർഹംസ് വരെയാണ്. അതായത് 2,40,000 മുതൽ 3.5 ലക്ഷം വരെ. റേഡിയോഗ്രാഫേഴ്സ്, അതായത് എക്സ്റേ ടെക്നീഷ്യൻസ്, MRI ടെക്നീഷ്യൻസ്, ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രി ഇൻ റേഡിയോഗ്രഫി ഓർ തത്തുല്യമായിട്ടുള്ള ഡിഗ്രി. ഇവർക്കും DHA ഓർ MOH നിർബന്ധമാണ്. ഇനി ഒരു റേഡിയോഗ്രാഫർക്ക് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 7,000 മുതൽ 12,000 ദിർഹംസ് വരെയാണ്. 1,60,000 മുതൽ 2,80,000 രൂപ വരെ. സീനിയർ റേഡിയോഗ്രാഫർ, ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് 12,000 മുതൽ 15,000 ദിർഹംസ് വരെയാണ്. 2,80,000 മുതൽ 3.5 ലക്ഷം രൂപ വരെ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ടെക്നിക്കൽ മേഖലയിൽ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. കാരണം ഒരു ഹോസ്പിറ്റലിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻസിനെ ആയിരിക്കും ഇവർ ഹയർ ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും. മറ്റുള്ള നേഴ്സുമാരെ പോലെയോ അതുപോലെ മറ്റുള്ള ഡോക്ടേഴ്സിനെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ളൊരു മേഖലയെ കൂട്ട് വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ഹയറിങ് ഈ പറയുന്ന ടെക്നീഷ്യൻസിന്റെ ഇടയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഉള്ള ടെക്നീഷ്യൻസിന് ഡിമാൻഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ടെക്നിക്കൽ മേഖല ഉള്ളവർക്ക് ഇവിടെ ജോലി കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷന്, നിങ്ങളുടെ ബേസ്ഡ് ഓൺ ഇന്റർവ്യൂ പെർഫോമൻസ് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ട് ആയിരിക്കും. അടുത്തത് മെഡിക്കൽ ഡയറക്ടേഴ്സ് ആൻഡ് ക്ലിനിക്കൽ ഡയറക്ടേഴ്സ്. ഇനി ഇവർക്ക് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ മെഡിക്കൽ ഡിഗ്രി, അതായത് MBBS ഓർ MD. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ലീഡർഷിപ്പിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഇവർക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കണം. പ്ലസ് DHA ഓർ MOH ലൈസൻസ്. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് 40,000 മുതൽ 70,000 ദിർഹംസ് വരെയാണ്. അതായത് 9 ലക്ഷം മുതൽ 16 ലക്ഷം രൂപ വരെ. അടുത്തത് കെയർ ഹോം നഴ്സസ് ആൻഡ് എൽഡർലി കെയർ പ്രൊവൈഡേഴ്സ്. നമുക്കറിയാം കെയർ ഹോമിൽ, അതായത് കെയർ ഹോം അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനെ കൊണ്ടുള്ള തസ്തികയിലുള്ളതാണ് ഈ പറഞ്ഞ 2 മേഖലകളും. ഇനി ഇവർക്ക് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡിപ്ലോമ ഓർ ബാച്ചിലർ ഡിഗ്രി ഇൻ നഴ്സിംഗ്, അതുപോലെ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ഇൻ എൽഡർലി കെയർ. അതായത് എവിടെയെങ്കിലും നിങ്ങൾ ഈ കെയർ ഹോമിലോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രായമായ ആൾക്കാരെ നോക്കിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും അതിൻ്റെ ഒരു ട്രെയിനിങ് സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും ഇവിടെ ഈ പറഞ്ഞ മേഖലയിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി നോക്കിയാൽ ഒരു കെയർ ഹോം നേഴ്സിന് കിട്ടുന്നത് 7,000 ദിർഹംസ് മുതൽ 12,000 ദിർഹംസ് വരെയാണ്. 1,60,000 മുതൽ 2,80,000 വരെ. ഇനി എൽഡർലി കെയർ നേഴ്സ്, ഇവർക്ക് നോർമൽ കെയർ നേഴ്സസിനെക്കാളും കൂടുതൽ സാലറി കിട്ടും. കാര്യം ഇവർക്ക് കുറച്ചുകൂടി റിസ്പെക്ട് കൂടുതലായതുകൊണ്ട്. ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 8,000 മുതൽ 15,000 ദിർഹംസ് വരെയാണ്. അതായത് 1,80,000 മുതൽ 3.5 ലക്ഷം രൂപ വരെ. അടുത്തത് പാരാമെഡിക്സ് ആൻഡ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ്, EMT. ഇവർക്ക് വേണ്ടൊരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് സർട്ടിഫിക്കേഷൻ ഇൻ എമർജൻസി മെഡിക്കൽ സർവീസ്, അതായത് EMS, അതുപോലെ തന്നെ പാരാമെഡിക്കൽ ട്രെയിനിങ് സർട്ടിഫിക്കറ്റും ഇവർക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ DHA ഓർ MOH ലൈസൻസും മാൻഡേറ്ററി ആണ്. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി നമുക്ക് നോക്കിയാൽ AED 7,000 മുതൽ 12,000 ദിർഹംസ് വരെയാണ്. 1,60,000 മുതൽ 2,80,000 രൂപ വരെ. അടുത്തത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസേഴ്സ്, ഒക്യുപേഷണൽ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ്. ഇവർക്ക് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഇൻ ഒക്യുപേഷണൽ ഹെൽത്ത് ഓർ എൻവയോൺമെന്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ ഇൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആൻഡ് DHA ഓർ MOH ലൈസൻസ്. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ്
സാലറി നോക്കാം. ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസേഴ്സിന് AED 10,000 മുതൽ 18,000 ദർഹംസ് വരെയാണ് ഒരു മാസം ലഭിക്കുന്ന ആവറേജ് സാലറി. 2,40,000 മുതൽ 4 ലക്ഷം രൂപ വരെ. ഇനി ഒക്യുപ്പേഷൻ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 12,000 മുതൽ 20,000 ദർഹംസ് വരെയാണ്. 2,80,000 മുതൽ 4 ലക്ഷം വരെ. അടുത്തത് അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ്, അതായത് സ്പീച്ച് തെറാപ്പിസ്റ്റ്, ന്യൂട്രീഷ്യൻസ്, ഡയറ്റീഷ്യൻസ് എക്സെട്ര. ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രി ഇൻ ഡയറ്റൈറ്റിസ് ഓർ സ്പീച്ച് തെറാപ്പി, കൂടാതെ DHA ഓർ MOH ലൈസൻസും. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി നമുക്ക് നോക്കാം. ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിന് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് 8,000 മുതൽ 12,000 ദർഹംസ് വരെയാണ്. 1,80,000 മുതൽ 2,80,000 രൂപ വരെ. ഇനി ഡയറ്റീഷ്യന്റെയും ഒരു ന്യൂട്രീഷ്യനിസ്റ്റിന്റെയും സാലറി നോക്കിക്കഴിഞ്ഞാൽ 8,000 മുതൽ 15,000 ദർഹംസ് വരെയാണ്. 1,80,000 മുതൽ 3,50,000 രൂപ വരെ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, സൈക്കോളജിസ്റ്റ് ഓർ മെന്റൽ ഹെൽത്ത് കൗൺസിലേഴ്സ്. ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സൈക്കോളജി, കൗൺസിലിംഗ് ഓർ റിലേറ്റഡ് ഫീൽഡ്. അതുപോലെ തന്നെ ഇവർക്കും DHAയും MOHും നിർബന്ധമാണ്. ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൗൺസിലേഴ്സിന് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 10,000 മുതൽ 12,000 ദർഹംസ് വരെയാണ്. അതായത് 2,40,000 മുതൽ 4 ലക്ഷം രൂപ വരെ. ഇത്രയുമാണ് ഹെൽത്ത് കെയർ മേഖലയിലുള്ള കുറച്ച് പ്രൊഫൈലുകൾ. ഇനി ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമന്റ് ബോക്സിൽ പറയാം. അങ്ങനെയാണ് ഞാൻ ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ അതും ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ഏതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെസ്സേജ് അയക്കാം. ഞാൻ വരുന്ന എപ്പിസോഡുകളിൽ അതും ഞാൻ ഉൾപ്പെടുത്താണ്. ഞാൻ പറഞ്ഞു ഇതൊരു സീരീസ് പോലെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഏകദേശം 15ഓളം പ്രൊഫഷനുകൾ ഞാൻ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊഫഷൻ പറഞ്ഞാൽ ഞാൻ നോക്കാം അത് ഞാൻ സോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പ്രൊഫഷൻ ആണോ ഇല്ലയോ എന്നുള്ളത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതും ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങളുടെ പ്രൊഫഷനും ഞാൻ ഉൾപ്പെടുന്നതാണ്. അതുപോലെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊഫൈലുകളൊക്കെ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്ന പ്രൊഫഷൻസിന്റെ ദുബായിൽ അല്ലെങ്കിൽ UAEയിൽ നിലവിലുള്ള വേക്കൻസി ലിസ്റ്റും കൂടാതെ തന്നെ ഈ വേക്കൻസി ഹയറിംഗ് പോസ്റ്റ് ഇട്ടിട്ടുള്ള കമ്പനികളുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ പല പോർട്ടലുകൾ ഞാൻ പറഞ്ഞു ലിങ്ക്ഡിൻ, ഡുബിസിലെ, ഇൻഡീഡ്, നൗക്കരി ഗൾഫ് പോലുള്ള പല പോർട്ടലുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ പോർട്ടലുകളിൽ നിന്നെല്ലാം ഞാൻ ശേഖരിക്കുന്ന ലിസ്റ്റ് ഞാൻ ആദ്യം പറയാം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലിങ്ക് വഴി ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ CV, നിങ്ങളുടെ കവർ ലെറ്റർ, നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് ഈ പറയുന്ന പർട്ടിക്കുലർ കമ്പനിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ പറയുന്ന പോർട്ടൽ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് നാട്ടിലുള്ളവർക്കും ഇവിടെയുള്ളവർക്കും ഉപകാരപ്പെടും. ഞാൻ എന്തായാലും കട്ടയ്ക്ക് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളും കട്ടയ്ക്ക് കൂടെ നിൽക്കുക. അതുകൊണ്ട് തന്നെ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ മറക്കാതെ ബെൽ ബട്ടൺ അമർത്തുക. കാര്യം ബെൽ ബട്ടൺ അമർത്തെങ്കിലേ നിങ്ങൾക്ക് പുതിയ വീഡിയോകളുടെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും മസ്സലാമ.